दोस्तों, फैब्जो के आज के हिंदी कक्षा में आप सबका स्वागत है। कैसे हो आप? ठीक है ना? ठीक है, तो हम क्लास की ओर बढ़ेंगे। आज हम तीसरी इकाई की चर्चा करेंगे। इस इकाई में आपको 3 അധ്യായം പഠിക്കാൻ के लिए दिए गए हैं। ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ്। ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണ് പഠിക്കാനായി ഉള്ളത്। पहला अध्याय का नाम है अकाल और उसके बाद। ये नागार्जुन की एक कविता है। अकाल और उसके बाद എന്നത് നാഗാർജുന്റെ ഒരു കവിതയാണ്। दूसरा अध्याय का नाम है ठाकुर का कुआं, जो प्रेमचंद द्वारा लिखित एक कहानी है। അടുത്ത പാഠത്തിന്റെ പേര് ठाकुर का कुआं എന്നാണ്। ഇത് പ്രേംചന്ദ് എഴുതിയ ഒരു കഥയാണ്। तीसरे अध्याय एक थाल चांद बरा, ये आनंद गंगोला का एक कहानी है। एक थाल चांद बरा आनंद गंगोला എഴുതിയ ഒരു കഥയാണ്। देखते हैं पहले अध्याय में क्या है। आद्यത്തെ अध्याय നോക്കാം। उससे पहले यूनिट के पहले पन्ने पर दिए गए वाक्य पर ध्यान दीजिए। ये क्या है? യൂണിറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കൂ। हर एक सभी खेलिए, सब हर एक खेलिए, सुने प्रकृति की पुकार। എല്ലാവർക്കും വേണ്ടി എല്ലാം, എല്ലാം എല്ലാവർക്കും വേണ്ടി, കേൾക്കൂ പ്രകൃതിയുടെ വിളി। പ്രകൃതി തരുന്ന എല്ലാം പ്രകൃതിയുടെ എല്ലാ മക്കൾക്കും കൂടി ഉള്ളതാണെന്നും ഒന്നും ഒരാൾക്ക് മാത്രമല്ല എന്നുമുള്ള ഒരു സന്ദേശമാണ് ഈ വരികൾ നമുക്ക് നൽകുന്നത്। മൃഗങ്ങളുടെയും മറ്റ് ജീവികളുടെയും കാര്യം അവിടെ നിൽക്കട്ടെ, മനുഷ്യൻ, ഇന്ന് മനുഷ്യൻ തന്നെ ഈ പ്രകൃതിയിൽ ജീവിക്കാൻ മറ്റാർക്കും ഇടം കൊടുക്കുന്നില്ല। അവൻ പ്രകൃതിയെ മാത്രമല്ല, ഇന്ന് ഈ പ്രകൃതി പങ്കിടേണ്ട അവൻ്റെ സഹജീവികളെയും ചൂഷണം ചെയ്യുകയാണ്। ഈ യൂണിറ്റിൽ അത്തരം ചില സന്ദേശങ്ങൾ തരുന്ന പാഠങ്ങളാണ് പഠിക്കാനുള്ളത്। तो हम देरी नहीं करते हैं, we'll move to lesson 1। നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം। अकाल और उसके बाद, ക്ഷാമത്തിനും അതിന് ശേഷവും। अकाल ക്ഷാമം, ഫെമൈൻ। अभी हम इस कविता के कवि के बारे में देखते हैं। നമുക്ക് കവിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം। इस कविता का यानी अकाल और उसके बाद का कवि कौन है? हाँ, नागार्जुन। नागार्जुन हिंदी के പ്രഗതിശീല സാഹിത്യകാർ है। ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രഗതിശീല എഴുത്തുകാരനാണ് ഇദ്ദേഹം। वे हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की है। ഇദ്ദേഹം ഹിന്ദി അല്ലാതെ മൈഥിലി, സംസ്കൃതം, ബംഗ്ല തുടങ്ങിയ ഭാഷകളിലും എഴുതിയിട്ടുണ്ട്। प्रकृति और समकालीन राजनीति उनके रचनाओं के मुख्य विषय है। प्रकृति और समकालीन राजनीति उनके रचनाओं के मुख्य विषय है। സാധാരണക്കാരുടെ ജീവിതം, പ്രകൃതി, ആധുനിക രാഷ്ട്രീയം മുതലായ വിഷയങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ രചനകളുടെ മുഖ്യ വിഷയം। യുഗ്ധാര, പ്യാസി പത്രായി ആംഖേ, സത്രംഗി പങ്കോം വാലി, താലാബ് കി മച്ലിയാ തുടങ്ങിയ രചനകൾ ഇദ്ദേഹത്തിൻ്റെ പ്രമുഖ കവിതകളാണ്। अकाल के समय पर आम जनता का जीवन और उनके आसपास जीने वाली प्राणियों की भी अवस्था के बारे में इस कविता में बताई गई है। ക്ഷാമകാലത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം, അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ജീവികളുടെ അവസ്ഥയും വ്യക്തമാക്കുന്ന വളരെ മനോഹരമായൊരു കവിതയാണ് अकाल और उसके बाद। इस कविता का पहले का 4 पंक्तियों में अकाल के समय के बारे में बताया गया है। उसके बाद का 4 पंक्तियों में अकाल के बाद का हाल के बारे में समझा दिया गया है। ഈ കവിതയിൽ ആദ്യത്തെ 4 വരികളിൽ ക്ഷാമകാലത്തിൻ്റെ അവസ്ഥയും അതിനുശേഷമുള്ള 4 വരികളിൽ ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയുമാണ് സൂചിപ്പിക്കുന്നത്। यह कविता दरिद्र लोगों की बात तो कर रही है, लेकिन प्रत्यक्ष में इंसान का कोई संकेत नहीं किया है। ദരിദ്രരായ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും പ്രത്യക്ഷത്തിൽ മനുഷ്യൻ എവിടെയുമില്ല। तो कविता देखते हैं। कई दिनों एक चूल्हा रोया, चक्की रही उदास, कई दिनों तक खानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों के भी हालात रही शिकस्त। चूल्हा അടുപ്പ്,
സ്റ്റൗ. റോയ കരഞ്ഞു, ടു ക്രൈ. ചക്കി ആട്ടുകല്ല്, ഗ്രൈൻഡർ. ഉദാസ് ഉദാസീനൻ, സാഡ്. ഖാനി കുത്തിയ ഒറ്റ കണ്ണുള്ള പട്ടി, വൺ ഐഡ് ഡോഗ്. സോയി ഉറങ്ങി, സ്ലെപ്റ്റ്. ബീത്ത് ഭിത്തി, wall. छिपकली lizard, पल्ली. चूहा एली, rat. गशत उलातल, patrolling. शिक्षत പരാജയം, ഡിഫീറ്റ്. ഇവിടെ കഥയിൽ കൈ ദിനോ തക് എന്ന വാക്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ ക്ഷാമകാലത്തെ അവസ്ഥ ചിത്രീകരിക്കുന്നുണ്ട്. നോക്കൂ, പല ദിവസങ്ങളായി അടുപ്പ് കരയുന്നു. ആട്ടുകല്ല് ഉദാസീനനായി ഇരിക്കുന്നു. കുറേ ദിവസമായി ഒറ്റ കണ്ണുള്ള പെൺപട്ടി അതിനടുത്ത് കിടന്നുറങ്ങുന്നു. പല ദിവസങ്ങളായി ഭിത്തിയിൽ പല്ലികൾ ഉലാത്തി നടക്കുന്നു. പല ദിവസങ്ങളായി എലികളുടെ അവസ്ഥയും വളരെ മോശമാണ്. इस पंक्तियों में कहीं भी मानव के बारे में नहीं कहा गया है, पर एक गरीब आदमी या आम आदमी का घर है ये हम ये बता सकते हैं, क्योंकि चूल्हा, चक्की, मौत का इंतजार करता कुत्ता और चूहे ये सब आम घरों में ही देख पाते हैं. ऐसे आम घरों में ऐसे प्राणियों का होना स्वाभाविक है. ഈ 4 വരികളിൽ മനുഷ്യനെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല. പക്ഷേ ഇതൊരു ദരിദ്രനായ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വീടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആട്ടുകല്ലും അടുപ്പും ചുമരിൽ പല്ലുകളും ചാവാലിപ്പട്ടിയും എലികളെയെല്ലാം അവിടെയേ കാണുകയുള്ളൂ. ഇത്തരത്തിലുള്ള മനുഷ്യരെ ആശ്രയിച്ചു കഴിയുന്ന സാധാരണ ജീവികൾ സാധാരണ വീടുകളിലെ സ്ഥിരം കാഴ്ചയാണ്. ലേക്കിൻ അബ് അകാൽ ഹൈ, കई दिनों यहाँ चूल्हा रो रहा है क्योंकि उसे अब कोई काम नहीं. चक्की भी इसी कारण से नाराज है कि उसे भी अब कोई काम नहीं है. घर में अगर चावल का एक दाना तक नहीं तो कैसे होगा चूल्हे और चक्की से काम. പക്ഷേ ഇപ്പോൾ ക്ഷാമമാണ്. പല നാളുകളായി ഇവിടെ അടുപ്പ് കരയുകയാണ്. കാരണം ഇപ്പോൾ അതിന് ഒരു പണിയുമില്ല. അരക്കുകല്ലും ഈ കാര്യത്തിനാൽ വിഷമിച്ചിരിപ്പാണ്. വീട്ടിൽ ധാന്യത്തിൻ്റെ ഒരു മണി പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടുപ്പിനും അരക്കുകല്ലിനും പണിയുണ്ടാവുക? इन सबको काम न होने के कारण वह खानी कुतिया भी उन चीज़ों के पास सो रही है, वो भी भूखी है. अभी छिपकली भी भीत में यहाँ वहाँ घूम रहा है. घर के गरीबी के कारण वो भी दुखी है. चूहों का हाल भी कुछ और नहीं. ऐसे सब प्राणी मानव के आसपास जीते हैं. जब मनुष्य अकाल में होता है तो इनका भी हाल वही होता है. ഇവയ്ക്ക് ഒന്നും ഒരു പണിയുമില്ലാത്തതിനാൽ ഭക്ഷണം എപ്പോഴെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒറ്റ കണ്ണുള്ള ആ പട്ടി അതിനടുത്ത് കിടന്നുറങ്ങുകയാണ്. അതും പട്ടിണിയാണ്. ഇപ്പോൾ പല്ലികൾ ചുമരിലൂടെ ഉലാത്തി നടക്കുകയാണ്. അവരും വീട്ടിലെ അവസ്ഥ കാരണം സങ്കടത്തിലാണ്. എലികളുടെ അവസ്ഥയും മറിച്ചല്ല. ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ്. നമ്മോടൊപ്പം അവയും പട്ടിണിയാവുന്നു. अकाल का दिल दुखाने वाली और सच्चाई का चित्र इस 4 पंक्तियों में दिया गया है. अकाल के समय में आम आदमी के घरों का दयनीय चित्र का याद दिलाता है कवि यहाँ. तो बच्चों, कैसे लगा आपको ये 4 पंक्तियाँ? इसके बारे में जरा सोच के देखिए. तो बाकी का 4 पंक्तियाँ हम अगले क्लास में चर्चा करेंगे. അടുത്ത 4 വരികൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. तब तक धन्यवाद मित्रों. प्रश्न 1. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक खानी कुतिया सोई उनके पास. चूहे का रोना और चक्की का उदास होना, इसका मतलब क्या है? അടുപ്പിൻ്റെ കരച്ചിലും അരക്കുകല്ലിൻ്റെ ഉദാസീനതയും ഇതിൻ്റെ അർത്ഥം എന്താണ്? उत्तर. इससे कवि यह बताना चाहता है कि घर में खाद्य वस्तुओं का बिल्कुल अभाव है. कई दिनों इन दोनों का कोई इस्तेमाल नहीं हुआ है.
കുറേ ദിവസമായി വീട്ടിൽ ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ട്. കുറേ ദിവസമായി വീട്ടിൽ എന്തെങ്കിലും പാകം ചെയ്തിട്ട്. प्रश्न 2. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों को भी हालात रही शिकस्त. ये पंक्तियाँ किस हालात की ओर इशारा करती है? ഈ വരികൾ ഏത് സ്ഥിതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? उत्तर. घर में कई दिनों से खाने की चीज़ नहीं है. जहाँ खाना नहीं होगा वहाँ दीप जलाने के लिए तेल की भी संभावना नहीं. तो वहाँ छोटे कीड़ों का होना असंभव है. इससे छिपकली परेशान है. इसीलिए वे कीड़ों को तलाशते हुए दीवार पर घूम रहे हैं. घर में कोई खाद्य वस्तु नहीं है. इससे चूहे भी हार गए हैं. വീട്ടിൽ കുറച്ച് ദിവസമായി ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒന്നും തന്നെയില്ല. എവിടെയാണോ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇല്ലാത്തത് അവിടെ വിളക്ക് കൊളുത്താൻ എണ്ണയുണ്ടാവുക എന്നത് അസംഭവ്യമാണ്. അതുകൊണ്ട് വിളക്കിൽ വരുന്ന ചെറിയ പ്രാണികൾ അവിടെ ഉണ്ടാവുക എന്നതും അസംഭവമാണ്. അതുകൊണ്ട് പല്ലി വളരെ ബുദ്ധിമുട്ടിലാണ്. ചെറിയ കീടങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ചുമരിലൂടെ പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. വീട്ടിൽ ഭക്ഷ്യവസ്തുക്കളില്ലാത്തതിനാൽ എലിയും പരാജയപ്പെട്ട് ഇരിക്കുകയാണ്. प्रश्न 3. धाने आए घर के अंदर कई दिनों के बाद. दुआ उठा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? उत्तर. अकाल के बाद के दिनों का चित्रण कवि ने इन पंक्तियों द्वारा किया है. अकाल के बाद घर में धाने आने पर घर के आंगन से ऊपर धुआं उठता है. मतलब चूल्हा जलने लगता है. यह घर में खाने पकाने की ओर इशारा करता है. ക്ഷാമത്തിന് ശേഷം ഉള്ള ദിനങ്ങളെയാണ് ഈ വരികളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ഷാമത്തിനു ശേഷം വീടിന് പുറകിലെ ചിമ്മിനിയിലൂടെ പുക ഉയരുന്നതാണ് ചിത്രം. ഇങ്ങനെ പുക ഉയരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അടുപ്പ് എരിഞ്ഞു തുടങ്ങി എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വീടിന് പുറകിലെ ചിമ്മിനിയിലൂടെ പുക ഉയരുന്നത്. प्रश्न 4. कवि ने अकाल का चित्रण किस प्रकार किया है? ചർച്ച करे. കവി ക്ഷാമകാലത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ചർച്ച നടത്താം. അകാൽ ചൂലെ കാ റോന, അടുപ്പിൻ്റെ കരച്ചിൽ. ഭീത് പർ ചിപ്കലിയോं की गसत, ഭിത്തിയിൽ പല്ലികളുടെ ചുറ്റിസഞ്ചാരം. ചക്കി കാ ഉദാസ് രഹന, അരക്കുകല്ലിൻ്റെ ഉദാസീനമാകൽ. ഷിക്സ് ഹാലത് വാലെ ചൂഹെ, പരാജിതരായ എലികൾ. उत्तर. अकाल के भयहीन समय में चूले रो रहे हैं. घर की दीवारों पर छिपकलियाँ खाना न मिलने की वजह से विवश होकर घूम रहे हैं. चक्की उदास है. मतलब कई दिनों से उसका कोई उपयोग नहीं है. चूहे पराजित सा हो गए हैं क्योंकि घर में धाने का अभाव में उनके पेट भरने की आशा को निराश बना दिया है. അകാലത്തിൻ്റെ അസഹിഷ്ണുമായ അവസ്ഥയെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അടുപ്പ് കരയുകയാണ്. വീടിൻ്റെ ചുമരുകളിൽ പല്ലികൾ ഉലാത്തി നടക്കുകയാണ്. അരക്കുകല്ലും ഉദാസീനനാണ്. കാരണം കുറേ ദിവസമായി അതിൻ്റെ ഉപയോഗം നടക്കുന്നില്ല. എലികളും പരാജിതരായ അവസ്ഥയിലാണ്. കാരണം വീട്ടിൽ ഉള്ളവരുടെ വയറ് തന്നെ നിറയ്ക്കാൻ ഭക്ഷണമില്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എലികൾക്കും പണിയില്ലാതെ ഇരിക്കുകയാണ്. प्रश्न 5. कवि ने अकाल के बाद के हालात का चित्रण किस प्रकार किया है? ചർച്ച करे. കവി ക്ഷാമകാലത്തിന് ശേഷമുള്ള അവസ്ഥയെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ചർച്ച നടത്താം. अकाल के बाद घर के अंदर धाने का आना. घर
बर की आंखों का चमक उठना, आंगन के ऊपर धुएं का उड़ना, कौवे की पंखों का कुचलाना। उत्तर, घर के भीतर दाने आते हैं, घर भर की आंखें चमक उठती है। अभी भोजन बना नहीं है, लेकिन अन्न की आहट ने ही आंखों में रोशनी भर दी है। उम्मीद इसी तरह रोशनी लाती है। फिर दुआ उठाता है छप्पर के ऊपर, यानी चूल्हा जल गया है। यह दुआ शुभ संकेत दे रहा है और കൗവെ अब अपने पंख खुजलाने रहे हैं. വീട്ടിൽ ഭക്ഷണം വന്നു. വീട്ടിലുള്ള ആളുകളുടെ കണ്ണുകളിലും തിളക്കം കാണാം. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ഭക്ഷണത്തിൻ്റെ വരവ് കാരണം വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകളിൽ പ്രകാശം കാണാം. പ്രതീക്ഷകൾ ഇത്തരത്തിലുള്ള പ്രകാശങ്ങൾ കണ്ണിൽ പരത്തിക്കും. വീടിൻ്റെ മുകളിലൂടെ പുക പറക്കുന്നതും പ്രതീക്ഷയുടെ സൂചനമാണ്. അതുകൊണ്ട് അടുപ്പ് കത്തുന്നുണ്ട്. ഈ അടുപ്പിൽ നിന്ന് വരുന്ന പുക സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. വീടിനരികിലിരുന്ന് കാക്കയും ചിറകുകൾ ചൊറിഞ്ഞ് ഭക്ഷണത്തിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. प्रश्न 6. कविता में कई दिनों तक और कई दिनों के बाद दोहराने का तात्पर्य क्या हो सकता है? കവിതയിൽ കുറേ ദിവസങ്ങൾ വരെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നിങ്ങനെ ആവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? उत्तर, आचार्य नागार्जुन की कविता है अकाल और उसके बाद. कविता की पहली 4 पंक्तियों में कई दिनों तक की पुनरावृत्ति अभाव की निरंतरता को अंकित करती है. कविता में दूसरे खंड की 4 पंक्तियों में कई दिनों के बाद तक और बाद के बीच एक लंबे अंतराल को व्यंजित करती है. ഇത് ആചാര്യ നാഗാർജുനൻ്റെ ഒരു കവിതയാണ്. കവിതയുടെ ആദ്യ 4 വരികളിൽ കൈ ദിനോ തക് എന്ന് പുനരാവർത്തിക്കുന്നതിലൂടെ വീട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ അഭാവത്തിൻ്റെ നിരന്തരതയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള 4 വരികളിൽ കൈ ദിനോ ബാദ് എന്ന് പുനരാവർത്തിക്കുന്നതിലൂടെ അത്രയും നാളുകൊണ്ടുള്ള നീളവും അതിൻ്റെ വ്യാപ്തിയുമാണ് സൂചിപ്പിക്കുന്നത്. प्रश्न 7. अकाल के क्या क्या कारण हो सकते हैं? ചർച്ച करें. ക്ഷാമത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ചർച്ച ചെയ്യൂ. उत्तर, अकाल और उसके बाद कविता में बिहार राज्य में हुए अकाल का आंखों देखा हाल है. अकाल पड़ने में मुख्य कारण प्राकृतिक आपदाएं, नेशनल कैलामिटीज, अत्यधिक जनसंख्या, फसलों की असफलता, दरिद्रता एवं बेरोजगारी, सरकारी दुकानों का प्रभावशाली ढंग से प्रबंधन न होना आदि है. ക്ഷാമവും അതിനു ശേഷവും എന്നുള്ള ഈ കവിത ബീഹാർ രാജ്യത്തിൽ നടന്ന ക്ഷാമകാലത്തിൻ്റെ സാക്ഷിയാണ്. ക്ഷാമം വരുന്നതിൻ്റെ മുഖ്യ കാരണങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ, അധിക ജനസംഖ്യ, നെല്ലുകളുടെ ക്ഷാമം, അൺഎംപ്ലോയ്മെൻറ്റ്, റേഷൻ കടകളുടെ മര്യാദയല്ലാത്ത പ്രവർത്തന രീതി എന്നിവയാണ്. प्रश्न 8. കവിത की പ്രാസംഗികത पर टिप्पणी लिखे. കവിതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പെഴുതൂ. उत्तर, अकाल और उसके बाद कवि नागार्जुन रचित कविता है. इसमें गरीब बेबस व्यक्तियों के जीवन में व्याप्त बुखारी और उससे उभरने का चित्र अंकित किया गया है. गरीब व्यक्ति ही बिना अन्न परेशान नहीं है, वरना जीव जंतुओं का हाल भी बेहाल है. छिपकलियाँ दीवारों पर गश्त लगाती है, परंतु उन्हें कुछ नहीं मिलता. चूहे भी भूख से व्याकुल है. प्रस्तुत कविता में प्रत्यक्ष रूप से मनुष्य का चित्रण नहीं है, परंतु अन्न, भोजन, चूल्हा जलाने या 4 चीज़ों मनुष्य संबंधित है. मनुष्य पूरी परिस्थिति में विद्यमान है. अकाल की विभीषिका आ जाती है, वह भी बड़ी शब्द वाली में. अकाल जीवन को
स्थगित करना है और अन्न जीवन में हलचल पैदा करता है। जनवादी कवि प्रस्तुत कविता में गरीबी का, भूखमारी का साक्षात्कार किया गया है। कवि जीवन की दो विरोध स्थितियों को अलग अलग बिंबों के माध्यम से व्यक्त करता है। ये बिंब यूं तो जीवन की विरोध स्थितियों को बड़ी सहजता से व्यक्त करते हैं। जब तक भूख रहेगी तब तक अकाल और उसके बाद कविता भी रहेगी। प्रश्न 9, इस कविता में किन किन जीव जंतुओं का जिक्र है? ഈ കവിതയിൽ ഏതൊക്കെ ജീവനുള്ള വസ്തുക്കളെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്? ഉത്തർ: ഖാനി കുത്തിയ, ചിപ്കലിയ, ചൂഹെ, കൗവെ. ഒറ്റക്കണ്ണുള്ള പട്ടി, പല്ലികൾ, എലികൾ, കാക്ക. प्रश्न 10, इस कविता में किन किन निर्जीव वस्तुओं के बारे में बताया गया है? ഈ കവിതയിൽ ഏതെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്? ഉത്തർ: ചൂൽഹ, ചക്കി, ബീത്ത്. അടുപ്പ്, ആട്ടുകല്ല്, ഭിത്തി. प्रश्न 11, निर्जीव वस्तुओं का मानवीकरण हुआ है, दो एक उदाहरण बताए. നിർജീവമായ വസ്തുക്കളുടെ മാനവീകരണം സംഭവിച്ചിട്ടുണ്ട്. 2 ഉദാഹരണങ്ങൾ നൽകൂ. ഉത്തർ: ചൂൽഹെ കാ റോന, ചക്കി കാ ഉദാസ് രഹന. അടുപ്പിൻ്റെ കരച്ചിലും ആട്ടുകല്ലിൻ്റെ ഉദാസീനതയും. प्रश्न 12, जीव जंतुओं के व्यवहारों की विशेषता क्या है? ജീവജന്തുക്കളുടെ വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? उत्तर: चूल्हे के जलने और चक्की के चलने की प्रतीक्षा में कानी कुतिया उनके पास सो गई. कई दिनों तक चूहे की हालात बहुत दयनीय है. भूख से तड़पती छिपकलियाँ दीवार पर टहलती रही है. അടുപ്പിൻ്റെ കത്തലും അരപ്പുകല്ലിൻ്റെ അരയലും പ്രതീക്ഷിച്ചുകൊണ്ട് അതിനടുത്ത് ഒറ്റക്കണ്ണുള്ള പട്ടി ഉറങ്ങിക്കിടക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളായി എലിയുടെ അവസ്ഥയും മറ്റൊന്നുമല്ല. വിശപ്പു കാരണം പല്ലികളും ഭിത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കുകയാണ്. प्रश्न 13, इन जीव जंतुओं और निर्जीव वस्तुओं की व्याकुल स्थिति का कारण क्या है? ഈ ജീവജന്തുക്കളുടെയും നിർജീവ വസ്തുക്കളുടെയും വ്യാകുലതയ്ക്കുള്ള കാരണമെന്താണ്? ഉത്തർ: അകാൽ, क्षामम. प्रश्न 14, अकाल और उसके बाद कविता का दूसरे अंश में किसका वर्णन है? അകാൽ और उसके बाद എന്ന കവിതയിലെ രണ്ടാം ഭാഗത്തിൽ എന്തിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഉത്തർ: അകാൽ കെ ബാദ് കി സ്ഥിതി കാ. ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച്.